ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പുണ്യവഴിയിലൂടെ പുൽക്കൂട്ടിലേക്ക് എന്ന ക്രിസ്മസ് ഒരുക്ക വചന സന്ദേശ ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പിതാവായ ദൈവം തന്റെ ഗബ്രിയേൽ മാലാഖയെ അയച്ചുകൊണ്ട് അരുളി ചെയ്യുന്നു, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കും. യേശു ക്രിസ്തു തന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ പിതാവായ ദൈവം അവന് നൽകപ്പെടേണ്ട നാമം അവരെ അറിയിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ വ്യക്തിക്കും നൽകപ്പെടുന്ന നാമം ആ വ്യക്തിയുടെ പ്രത്യേകമായ ദൗത്യത്തെയും നിയോഗത്തെയുമാണ് സൂചിപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം: പിതാവായ ദൈവം അബ്രാഹവുമായി ഉടമ്പടി സ്ഥാപിക്കുന്നു. അബ്രാഹത്തോട് അവിടുന്ന് അരുളി ചെയ്യുന്നു, ഇനിമേൽ നീ അബ്രാം എന്നല്ല അബ്രഹാം എന്ന് വിളിക്കപ്പെടും. അതായത് വലിയ ജനതകളുടെ പിതാവ് എന്നർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ നാമവും ആ വ്യക്തിയുടെ പ്രത്യേകമായ ദൗത്യത്തെയാണ് സൂചിപ്പിക്കുക. യേശുവിന്റെ നാമവും സൂചിപ്പിക്കുന്നത് യേശുവിന്റെ ഈ പ്രപഞ്ചത്തിന്റെ ദൗത്യത്തെ സൂചിപ്പിക്കുകയാണ്. തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന രക്ഷകനാണ് അവൻ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ ഭൂമിയിൽ മാനവ വംശത്തിന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശുവിന്റെ നാമമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:30 നമ്മൾ കാണുന്നു, ആദിമ ക്രൈസ്തവ സമൂഹം വലിയ ഭീഷണികളുടെ നടുവിൽ അവർ ഏക മനസ്സായി ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അവരുടെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ, അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ ശക്തരാക്കണമേ എന്ന് അവരുടെ പ്രാർത്ഥനയ്ക്കൊടുവിൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ തന്നെ 16-ാമത്തെ അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, പൗലോസും ശീലാസും പ്രാർത്ഥനയ്ക്കായി പോകുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച പെൺകുട്ടി അവരുടെ പുറകെ നടന്ന് അവരെ ശല്യപ്പെടുത്തുകയാണ്. പൗലോസ് തിരിഞ്ഞു നിന്ന് അവളെ ശാസിച്ചുകൊണ്ട് പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, അവളിൽ നിന്ന് പുറത്തു പോവുക. ആ നിമിഷം തന്നെ ആ കുട്ടി സ്വതന്ത്രയായി മാറുകയാണ്. ഇപ്രകാരം ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴും യേശുവിന്റെ നാമം നമുക്ക് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അധരങ്ങൾ കൊണ്ട് യേശുവിന്റെ നാമം ഏറ്റുപറയുമ്പോൾ യേശുവിന്റെ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുകയാണ്. യേശു വാഗ്ദാനം ചെയ്യുന്ന രക്ഷയിലേക്ക്, വിമോചനത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. സങ്കീർത്തനം 91:14 പറയുന്നു, അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. യേശു നാമം അറിയാം, യേശുവിന്റെ സംരക്ഷണം അനുഭവിക്കാം. ഈ ക്രിസ്മസ് വലിയൊരു അനുഗ്രഹത്തിന്റെ കാരണമായി തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.